പ്രണയം നടിച്ച് മരണം വിതച്ചവൻ, വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടികളെ ചതിക്കുഴിയിലേക്ക് തള്ളിവിട്ട ക്രൂരൻ. കേരള കർണാടക അതിർത്തി ഗ്രാമങ്ങളെ ഒരു കാലത്ത് ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ആ പേര് മോഹൻകുമാർ, അല്ലെങ്കിൽ ലോകം വിളിക്കുന്ന സയനൈഡ് മോഹൻ. കാസർഗോഡ് മുതൽ മംഗലാപുരം വരെ ഇരകളായത് 20 സ്ത്രീകൾ. കാഴ്ചയിൽ മാന്യൻ, തൊഴികൊണ്ട് അധ്യാപകൻ, പക്ഷേ ആ ചിരിക്ക് പിന്നിൽ ഒളിച്ചിരുന്നത് ഒരു ചെകുത്താനായിരുന്നു. ഉള്ളിൽ കൊടും വിഷം നിറച്ച ഒരു ക്രിമിനൽ. ഇയാളുടെ രീതികൾ ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. വിവാഹപ്രായമെത്തിയ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പെൺകുട്ടികളെ ഇയാൾ ലക്ഷ്യം വെച്ചു. വിവാഹ വാഗ്ദാനം നൽകി അവരുമായി അടുക്കും. ആഭരണങ്ങളും എടുത്ത് ഇറങ്ങി വരാൻ പറയും. പിന്നെ യാത്രകളാണ് മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും. അവിടെയുള്ള ലോഡ്ജുകളിൽ വെച്ച് അയാൾ അവരെ കീഴ്പ്പെടുത്തും. പിറ്റേന്ന് രാവിലെ യാത്ര പറയും മുൻപ് മോഹൻ സ്നേഹത്തോടെ ഒരു ഗുളിക നൽകും. ഗർഭനിരോധന ഗുളികയാണ് എന്ന് പറഞ്ഞ് അയാൾ നൽകുന്നത് സൈറൈഡ് ആയിരുന്നു. പക്ഷേ ആ ക്രൂരത അവിടെ തീരുന്നില്ല. ഈ ഗുളിക കഴിച്ചാൽ ഛർദ്ദിക്കാൻ വരുമെന്നും അതുകൊണ്ട് ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റിൽ പോയി കഴിച്ചാൽ മതിയെന്നും ഇയാൾ ഉപദേശിക്കും. അയാൾ പറഞ്ഞത് വിശ്വസിച്ച് ആ പാവം പെൺകുട്ടികൾ ടോയ്ലറ്റിലേക്ക് പോകും. അവിടെ പിടഞ്ഞു വീണു മരിക്കും. അപ്പോഴേക്കും അവരുടെ സ്വർണവുമായി മോഹൻ അടുത്ത ഇരയെ തേടി യാത്ര തുടങ്ങിയിട്ടുണ്ടാകും. ഒടുവിൽ അനിത എന്ന പെൺകുട്ടിയുടെ തിരോധാനമാണ് ഈ കൊടും ക്രൂരതയുടെ ചുരുളഴിച്ചത്. 100ഓളം സാക്ഷികൾ, തെളിവായി മാറിയ 20 കിലികം കേസുകൾ, കോടതി പോലും നടുങ്ങിപ്പോയ ക്രൂരത. പ്രണയം നടിച്ചെത്തുന്നവരെല്ലാവരും രാജകുമാരന്മാരല്ലെന്നും ചിലർ കാലന്മാരാണെന്നും സയനൈഡ് മോഹൻ ലോകത്തെ പഠിപ്പിച്ചു. സൂക്ഷിക്കുക, ചതി പല മുഖങ്ങളിൽ വരാം. ഇയാളിപ്പോൾ എവിടെയാണ്? വർഷങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ നിയമം അയാളെ പിടികൂടി. വധശിക്ഷയും ജീവപര്യന്തവും വിധിക്കപ്പെട്ടു. ഇന്ന് വാർദ്ധക്യത്തിന്റെ അവശതകളുമായി കർണാടകയിലെ ഹിൻഡൽഗ സെൻട്രൽ ജയിലിലെ ഇരുമ്പഴിക്കുള്ളിൽ അയാൾ കഴിയുന്നു. ചെയ്തുകൂട്ടിയ പാപങ്ങളുടെ ഭാരം പേറി ഒറ്റയ്ക്ക്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ ജിത്തു കെ ജോസ് സംവിധാനം ചെയ്ത കലങ്കാവൻ എന്ന സിനിമയിലെ പ്രമേയമാണ് സയനൈഡ് മോഹന്റെ കഥ വീണ്ടും ചർച്ചയാകാൻ കാരണം.